ഈ വർഷത്തെ പിറന്നാൾ നാട്ടിൽ ആഘോഷിക്കാന്നുള്ള പ്ലാനോടെ ലീവും വാങ്ങി നേരം ഞാൻ നാട്ടിലോട്ട് വിട്ടു കേട്ടോ. പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് കുറച്ചേരം ഇവിടെ നിന്നിട്ടോ. വീട്ടിലെത്തിയപ്പോ രാത്രി ആയിട്ടോ. എന്നാ ശരി പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അശ്വിനും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കണടുത്ത് ഒരു സുന്ദരി കോതനെ കണ്ടുട്ടോ. ടർഫിൽ കളിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടോട്ട് അടുത്ത യാത്ര. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ചായ കുടിക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ പോയിട്ടോ. അവിടെ കഴിഞ്ഞപ്പോ ചെക്കന്മാരെ സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്ക് ഒക്കെ വാങ്ങി തന്നിട്ടാ. പൊതുവെ എന്റെ പിറന്നാളിൽ ഇതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാട്ടോ. ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ കുറവാണ് കേട്ടോ ഞാൻ എന്റെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പിറന്നാൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ. ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ചേച്ചിയുടെ കുട്ടിക്ക് വയ്യാണ്ട് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ. നാട്ടിൽ പരക്കെ മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടോ. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ജോലിയുള്ള കാരണം ലീവ് കിട്ടാത്തതുകൊണ്ട് വൈകുന്നേരം കേട്ടോ ചേച്ചിനെ കാണാൻ പോയെ. എല്ലാ പിറന്നാളിനും അവളുടെ ഒക്കെ ഒരു ഷർട്ടും പാൻറ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിട്ടോ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 എടുത്തോട്ടോ. പിന്നെ ചേച്ചിക്കും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിട്ടോ. അവസാനം ഞങ്ങൾ അവിടെ പൈസ ഒക്കെ കൊടുത്ത് നേരെ പുറത്തിറങ്ങിട്ടോ. സമയം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചേച്ചി ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോയിട്ടോ. പിന്നെ ഞാനും ചേച്ചിക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് നേരെ തിരിച്ച് ഗുരുവായൂർക്ക് പോകുന്നുട്ടോ.